തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അപ്പൊ തൽക്കാലം പേടിക്കാനില്ല. പ്രേമയുടെ അവസ്ഥ ഒട്ടും ആശാവഹമല്ല. ഇപ്പോഴത്തെ അവസ്ഥയിലല്ല, നാളെ ഈ അവസ്ഥ മാറിക്കൂടായികയില്ല. അത് മാറും. ചികിത്സ നടന്നുകൊണ്ടിരിക്കുവല്ലേ, എന്നാലും ഉടനെ നമ്മൾ പേടിക്കണ്ടല്ലോ. അത് വേണ്ട. ഇനി നാളെ ഒരിക്കൽ എല്ലാം ശരിയായി എന്ന് വിചാരിക്കും. ഈ പ്രേമ പറയുന്നൊന്നും ശരിയല്ലെന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റും. ആരോപണങ്ങൾ മുഴുവനും വെറും പ്രേമയുടെ ഒരു തോന്നലുകളാണെന്ന് ചന്ദ്രയ്ക്ക് ധൈര്യത്തോടെ പറയാം. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആയോണ്ട് അധിക കാലമൊന്നും എനിക്ക് ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ശരത്തെ. ഒരു ഭാഗത്ത് സിദ്ധുവിന്റെ ഡിവോഴ്സ് ഭീഷണിയുണ്ട്. അതങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രേമം ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഭീഷണി. എന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു രഹസ്യം ഇപ്പൊ പ്രേമയ്ക്കറിയാം. അത് പുറത്തു വന്ന എന്നെ എല്ലാരും കൂടി അടിച്ചിറക്കും. എന്റെ പേടി അതാ. എന്താ അങ്ങനൊരു സാധനം? ചന്ദ്ര ആരെങ്കിലും കൊന്നോ? കൊന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോ അതിലും വലുതാ. എന്നോട് പറഞ്ഞൂടെ? പറയാം, ഇപ്പോഴല്ല, പിന്നെ. അതിനു മുൻപ് ചെയ്യാവുന്നതൊക്കെ എനിക്ക് ചെയ്യണം. ആദ്യം വിഷ്ണുവിനെ ജയിലിൽ ഇറക്കാൻ നോക്ക്. പിന്നെ അവിടുന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചെടുക്കാൻ നോക്ക്. ജീവനാംശം സിദ്ധോട്ടം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർഹതയുണ്ടല്ലോ, കോടതി പോലും അത് കൊടുക്കാൻ പറയില്ലേ? പറഞ്ഞു നോക്കാന്നേ ഉള്ളൂ ശരത്തെ. കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് തന്നെയാ, മോഷണം. ആരും കാണാതെ അവിടെ ഇരിക്കുന്ന ബാക്കി സ്വർണം കൂടി എടുക്കണം. എന്റെ സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. രാത്രി ഞാൻ പതുക്കെ വന്നോളാം. അയ്യോ വേണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അതാ നല്ലത്. ആരെ കൊല്ലാനുള്ള ഗൂഢാലോചന ഇവിടെ നടക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവനുമായിട്ടൊരു അടുപ്പം പാടില്ലെന്ന്? സിദ്ധുവേട്ടന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട. എന്റെ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഞാൻ പറയുന്നത് അനുസരിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട്. ഡിവോഴ്സും വാങ്ങി പോയതിനു ശേഷം എന്തു വേണമെങ്കിലും നീ അയക്കോ. അതുവരെ എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നീ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും സിദ്ധുവേട്ടൻ ചെയ്യാൻ പാടില്ല. എടി, നിന്റെ വീട്ടിലല്ല, നീ എന്റെ വീട്ടിലാ താമസിക്കുന്നേ. ഇവനാള് ശരിയല്ല മോളെ. അടുത്ത് തന്നെ ഇവൻ അകത്താവും എന്ന് കാരണവരോട് ആര് പറഞ്ഞു? യവൻ പറഞ്ഞാന്നോ? അതൊന്നും വിശ്വസിക്കണ്ട. എന്റെ അമ്മയെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയ കേസില് എവനെ ഞാൻ പൂട്ടും. മിനിമം ഒരു 7 കൊല്ലം എവനകത്ത് കിടക്കേണ്ടി വരും. അത് ആഗ്രഹിക്കാനേ ഏത് നാറിക്കും അവകാശമുണ്ട്. സംഭവിക്കാൻ പോകുന്നത് പക്ഷെ നേരെ മറിച്ച കൊലക്കുറ്റമാണ് ഇവനെതിരെയുള്ള ചാർജ്. എപ്പോഴും ഇവന്റെ കൂടെ നടന്നാലേ ഗൂഢാലോചന കേസിൽ നിന്നെ അവര് പ്രതി ചേർക്കും. അല്ലെങ്കിൽ തന്നെ നിനക്ക് കഷ്ടകാല വരാൻ പോകുന്നത്. അതിന്റെ ഇടയിൽ കൂടി കേസും കൂടി വലിച്ചു വെക്കണം. എനിക്ക് എന്ത് കഷ്ടകാലം വരാൻ പോകുന്നു? സിദ്ധുവേട്ടനെ കെട്ടിയതിലും വലിയ എന്ത് കഷ്ടകാലം ഇനി വരാനുള്ളത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. സിദ്ധുവേട്ടൻ എന്നെ ഭരിക്കാൻ വരണ്ട. അവളെന്തെങ്കിലും കാണിക്കട്ടെ മോനെ. ചിലർ അനുഭവം വരുമ്പോഴേ പഠിക്കൂ. നീ വാ വാ, നമുക്ക് പോകാം. ചില നേരത്ത് തോന്നും വല്ല വിഷവും കലക്കി കൊടുത്ത് കൊന്നാലോന്ന്. അത് നല്ല ഐഡിയ.
അങ്ങനെ ചെയ്ത ഭാര്യ എന്ന നിലയില് സിദ്ധുവിന്റെ സ്വത്ത് മുഴുവനും ചന്ദ്രയ്ക്ക് കിട്ടും. ലക്ഷ്മണേ പറഞ്ഞാൽ മതി, എന്റെ ഉണ്ട്. പ്രേമയ്ക്ക് കൊടുത്തതല്ലേ, വേണ്ട. അത് കഴിച്ചാലേ ചാവില്ല. അയ്യോ അല്ല, വേറെ ഇരിപ്പുണ്ട്. വേണ്ട, എനിക്ക് ജയിലിലൊന്നും പോയി കിടക്കാൻ വയ്യ. എന്റെ മനസ്സിൽ വേറെ പലതോ. അത് നേടിയെടുക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും. കാണണം. സ്വാമി വന്നില്ലേ സാർ? ഇല്ല. എന്തേ? അല്ല, സാധാരണ ഈ സമയമാകുമ്പോൾ വരുന്നതാണല്ലോ. സ്വാമിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞു. വീണെന്നോ സുഖയില്ലെന്നോ ഒക്കെ. എന്നാ വരണ്ടെന്ന് ഞാനും പറഞ്ഞു. എന്തിനാ സാറേ അങ്ങനെ പറഞ്ഞത്? സ്വാമി വരണമായിരുന്നു. വല്ല പകർച്ചപ്പനിയാണെങ്കിൽ അതിവിടുള്ളവർക്ക് വന്നോട്ടെന്നാണോ? ഏയ്, പനിയൊന്നും ആയിരിക്കില്ല. ഇത് വേറെന്തെങ്കിലും ആയിരിക്കും. ആയിരിക്കാം. ഞാൻ വിശദമായിട്ട് ചോദിച്ചില്ല. സാറിൻ്റെ കൂടെയുള്ള ആളല്ലേ, അസുഖം വരുമ്പോൾ ചോദിക്കണ്ടേ? ചോദിക്കണമായിരുന്നു. ഹേയ്, കുഴപ്പമില്ല സർ. ഇനി ഞാൻ ചോദിച്ചോളാം. നിരഞ്ജനൊന്ന് ഉള്ളിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. വാക്കുകൾക്കിടയിലെ നിഗൂഢമായ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. എന്താ തോന്നുന്നു വെച്ചാൽ തുറന്നു പറയാം. എന്തിനാ വെറുതെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, സാറൊന്നും കേട്ടിട്ടുമില്ല. സ്വാമിക്ക് എത്രയും വേഗം സുഖമാവട്ടെ. പാവസ്വാമി തനിച്ചല്ലേ, കിടപ്പിലായിപ്പോയാ ആര് നോക്കും? എന്നാലും ഇങ്ങനെയുള്ളൊരു തിരിച്ചു വരവ് ഓർമ്മയും ബോധമൊന്നും ഇല്ല മുത്തശ്ശി. മെന്റലായെന്നൊരു സംശയം. സംശയമല്ല, അതാ ശരി, മെന്റലായി. ആരുടെ കാര്യം മോനെ നീ പറയുന്നേ? എന്റെ മുത്തശ്ശി ആ പ്രേമയുടെ കാര്യമോ? അവര് തിരിച്ചു വന്ന അത് സംഭവിക്കും ഇത് സംഭവിക്കും എന്നൊക്കെ ആയിരുന്നല്ലോ ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നും സംഭവിച്ചില്ല, ഇനി സംഭവിക്കാൻ പോകുന്നതില്ല. അവർക്ക് ഇനിയും പഴയ പോലെ ജീവിതം ഉണ്ടാവില്ല മുത്തശ്ശി. ആണോ മനോഹര? അങ്ങനെ ഒരു അവസ്ഥയിലാണോ പ്രേമം തിരിച്ചു വന്നിരിക്കുന്നേ? എനിക്കെങ്ങും അറിയത്തില്ല. അതച്ഛൻ നോണ പറയുന്ന.